പുറമോടിക്കും ലക്ഷറിക്കും അപ്പുറം രോഗികളായെത്തുന്നവരുടെ മനസ്സറിഞ്ഞ് രോഗകാരണമറിഞ്ഞ് ചികിത്സിക്കുന്നതിലാണ് ആയുർ അവനി ശ്രദ്ധ ചെലുത്തുന്നത് എന്ന് ഇതിനോടകം തന്നെ കണ്ടും കേട്ടും കഴിഞ്ഞു. ഇനിയുമുണ്ട് ചിലത് കാണാനും കേൾക്കാനും. കർക്കിടക മാസം എന്ന് പറയുന്നത് ഈ മാസങ്ങൾക്കെല്ലാം നമ്മുടെ മലയാളം പല മാസങ്ങളും കേൾക്കുന്നുണ്ട്. മാസങ്ങൾക്കെല്ലാം സീസണൽ റിലേഷൻസ് ആണുള്ളത്. സൂര്യപ്രകാശവും ചന്ദ്രനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ സീസണൽ ചേഞ്ചസ്. കർക്കിടകത്തിൽ പോയി ഒരു മുരിങ്ങ ഇല എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് കയ്പ്പായിരിക്കും. മറ്റ് സമയങ്ങളിൽ അങ്ങനെയല്ല. ഇതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ ആ സീസൺ സൂര്യൻ്റെയും മറ്റ് സീസണൽ ചേഞ്ചസും കൊണ്ട് ആ മാസം ജീവജാലങ്ങൾക്കെല്ലാം ശരീരബലം കുറവായിരിക്കും. ഈ മാസം പ്രത്യേകതരം ഔഷധമുള്ള കഞ്ഞി അല്ലെങ്കിൽ ഔഷധമുള്ള ഫുഡുകൾ, പ്രത്യേകിച്ച് കഷായം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കഴിക്കുക. എന്തിനാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരബലം കുറഞ്ഞു നിൽക്കുന്ന കർക്കിടക മാസത്തിൽ രോഗം വരാതിരിക്കാനും, എന്നാൽ അതുപോലെ ഇമ്മ്യൂണിറ്റി കുറവുള്ള കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർക്കാണെങ്കിലും ആ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ചികിത്സകളൊക്കെ കർക്കിടകത്തിൽ ട്രഡീഷനായിട്ട് ചെയ്തു വന്നിരുന്നു. ആയുർവേദ ആശുപത്രികളിൽ അത്ര സുപരിചിതമല്ലാത്ത പ്രസവാനന്തര ചികിത്സ അമ്മയ്ക്കും കുഞ്ഞിനുമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം തന്നെ ആയുർ അവനിയിൽ സജ്ജമാണ്. ഇപ്പം ആഫ്റ്റർ ഡെലിവറി അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടതായ ശുശ്രൂഷകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊരു 15 days എടുക്കും, 28 days, പിന്നെ 14 days, അങ്ങനെയാണ് നമ്മുടെ പാക്കേജ് പോകുന്നത്. പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് സാർവത്രികമായിട്ട് കണ്ടുവരുന്നത് പഞ്ചകർമ്മ എന്ന പേരിൽ ചെയ്യുന്നതൊന്നും പഞ്ചകർമ്മ അല്ല എന്നുള്ളതാണ്. പഞ്ചകർമ്മ ചികിത്സ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റവും അതിനുള്ള ഒരു ഫെസിലിറ്റി പ്ലസ് അതിന് ഏബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് പ്ലസ് സപ്പോർട്ടിംഗ് സ്റ്റാഫ്സ് ഇത്രയും ഉള്ള ഒരിടത്ത് മാത്രമേ നമുക്ക് പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യാൻ പറ്റുള്ളൂ. പലയിടത്തും ചെയ്യുന്ന അഭ്യംഗം, കിഴി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം പ്രിപ്പറേറ്ററി തെറാപ്പീസാണ്. പഞ്ചകർമ്മം ചെയ്യുന്നതിന് മുമ്പ് ഓരോരുത്തരെ പ്രിപ്പയർ ചെയ്യേണ്ട ചികിത്സകളാണ്. അതാണ് പഞ്ചകർമ്മം എന്ന പേരിൽ ഇന്ന് വിറ്റഴിക്കപ്പെടുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. പഞ്ചകർമ്മം എന്താന്ന് പറഞ്ഞാൽ വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോഷണം, ഇതാണ് 5 എണ്ണം. എന്ന് പറഞ്ഞാൽ വമനം ഇൻഡ്യൂസ്ഡ് പർഗേഷൻ, ഇൻഡ്യൂസ്ഡ് വൊമിറ്റിംഗ് അല്ലെങ്കിൽ ബ്ലഡ് ലെറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിനൊക്കെ റിസ്ക് ഫാക്ടറും ഉണ്ട്. ഓരോ പേഷ്യൻസിൽ റിസ്ക് ഫാക്ടർ ഉണ്ട്, അവരുടെ ബോഡി ബലമനുസരിച്ച് റിസ്ക് ഫാക്ടർ ഉണ്ട്. എന്തെങ്കിലും രോഗമുള്ളവർക്കാണെങ്കിൽ ചിലത് ചെയ്യാൻ പാടില്ല. ചില ട്രീറ്റ്മെൻറ്റ്സ് കോൺട്രാ ഇൻഡിക്കേഷനാണ്. ചെയ്യുമ്പോൾ വരാവുന്ന കോംപ്ലിക്കേഷൻസ് സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ടിംഗ് സ്റ്റാഫ് അവിടെ വേണം. പഞ്ചകർമ്മം പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴാണ് ഈ ശോധന ചികിത്സ, ഈ പ്യൂരിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റ് കിട്ടുന്നത് പഞ്ചകർമ്മം ഇതായിട്ട് ചെയ്യുമ്പോഴാണ്. ഇവിടെ പലയിടത്തും പ്യൂരിഫിക്കേഷൻ പാക്കേജ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിൽ പഞ്ചകർമ്മം ഒഴിവാക്കി ബാക്കി ചെയ്തു. ആൾക്കാർ എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോപ്പർ പഞ്ചകർമ്മം ചെയ്താൽ ആ രീതിയിലുള്ള ഒരു ഹോൾ ബോഡി അല്ലെങ്കിൽ വളരെ ലോങ് ആയിട്ടുള്ള എഫക്റ്റ് തന്നെ രോഗിക്ക് ലഭിക്കും. സുഖചികിത്സ എന്ന് പറയുന്നത് വെൽനസ് ട്രീറ്റ്മെൻറ്റിനെ മലയാളീകരിച്ചാണ് ഈ സുഖചികിത്സ. അത് വന്നത് തന്നെ ഒരു ടൂറിസം ആസ്പെക്റ്റിലാണ്. അതായത് പൂർണ്ണമായിട്ടുള്ള രോഗചികിത്സയല്ല, നാട് കാണാൻ, സ്ഥലം കാണാൻ വരുന്നവർക്ക് ആയുർവേദം കൂടെ എക്സ്പീരിയൻസ് ചെയ്യുക. അതിൻ്റെ മോഡേൺ വെർഷൻസാണ് ഇന്ന് വന്ന് സ്പാ ട്രീറ്റ്മെൻറ്റ്സ് പോലുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ സുഖചികിത്സ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയേണ്ടി വരും. വെൽനസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില വർഷത്തിൽ, അതായത് നമ്മളിപ്പോൾ മെഷീൻസൊക്കെ സർവീസ് ചെയ്യും ഇയർലി, എന്നാലേ അത് പെർഫോം ചെയ്യുമ്പോഴൂ. എന്നാൽ നമ്മുടെ അതുപോലെ ചില ആൾക്കാർ നമ്മൾ ബോഡി സർവീസ് ചെയ്യാറില്ല. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. എന്നാൽ നന്നായിട്ട് ആരോഗ്യം ശ്രദ്ധിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വർഷത്തിൽ 350 ദിവസം വർക്ക് ചെയ്തിട്ട് 15 ദിവസം ബോഡിയും ആരോഗ്യത്തിനും ശ്രദ്ധിച്ച് മാറ്റി വയ്ക്കാറുണ്ട്. അങ്ങനെ എനിക്ക് വർഷത്തിൽ വരാനുള്ള ആൾക്കാരുണ്ട്. അവർക്ക് രോഗം ഇല്ല എങ്കിലും അവരുടെ ഓരോ വർഷം ഓരോ ചികിത്സയായിരിക്കും. കാരണം അവരുടെ ബോഡി നേച്ചർ അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ചികിത്സ. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യുന്നവർക്ക് 55 60 ആയാലും പല ഡിസീസസും കാണുന്നില്ല എന്നുള്ളതാണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് വെൽനസ് ട്രീറ്റ്മെൻറ്റ് എന്ന് വിളിക്കാം. പക്ഷേ ഇന്ന് കണ്ടുവരുന്ന സുഖചികിത്സ ചെയ്യുന്നുണ്ടോ എന്ന് ഇല്ല എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. ഏത് രോഗത്തിനും ഒരു ഡോക്ടർ എന്ന രീതിക്ക് അപ്പുറം ഓരോ സെക്ഷനും അതാത് വിഭാഗത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ഡോക്ടർമാരുടെ സേവനം ആയുർ അവനിയിൽ ലഭ്യമാണ്. ஓகே, நான் இலங்கையில் பிறந்து வளர்ந்து நோர்வேயில் இப்போ 38 வருஷமாக வாழ்ந்து வரேன். அங்கே இருக்க எனக்கு கழுத்து வலி மற்றது முதுவலி எல்லாம் இருந்தது. அப்போ நான் என் ஃப்ரெண்டோட கேட்க சொன்னவா தான் இப்படி இங்கே வந்து
ட்ரீட்மெண்ட் செய்து நான் இப்போ தான் எனக்கு சுகமாக இருக்குன்னு சொல்லி அதோட என் தங்கச்சியும் போன டிசம்பருக்கு வந்து இங்கே செய்தவா அப்போ நானும் ஒருக்கா செய்து பார்ப்போம்னு சொல்லி வந்தேன் நான் இன்னும் வந்து இப்போ 3 கிழமை ஆகுது இன்னும் 3 கிழமை ஆகலை ஆனால் இப்போவே எனக்கு முந்தைய விட வலிகளெல்லாம் குறைஞ்சிருக்கு കോസ്റ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ആയുർവേദ ഹോസ്പിറ്റലുകൾ കോസ്റ്റ് ഇതൊരു റൂറൽ ഏരിയയിലുള്ള ഹോസ്പിറ്റലാണ് അതുകൊണ്ട് വളരെ അതായത് നമ്മുടെ റൂറൽ ഏരിയയിലുള്ള സാധാരണ രോഗികൾക്കും പാലറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്കും താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ചെറിയൊരു പ്രൈസിംഗ് ആണ് നമ്മുടെ ചിലവ് പ്ലസ് ചെറിയൊരു അങ്ങനെ വളരെ ഒരു ചെറിയ പ്രൈസിംഗ് ആണ് ഇട്ടിട്ടുള്ളത് പിന്നെ കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ കോസ്റ്റ് കൂടുന്നത് ജനറൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറയണമെങ്കിൽ ഇല്ല എന്ന് ഞാൻ പറയും കോസ്റ്റ് എവിടെയാണ് കൂടുതൽ നമുക്ക് റിസോർട്ട്സിൽ പോകുന്നു അല്ലെങ്കിൽ ലക്ഷറീസ് പ്രിഫർ ചെയ്യുന്നു അപ്പോൾ ലക്ഷറിക്കാണ് ചാർജ് ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റിനുള്ള ചാർജ് അല്ല കൂടുന്നത് അതിനോട് അനുബന്ധ സാഹചര്യങ്ങൾ അങ്ങനെ ഉള്ളിടത്ത് പോയി ചെയ്യുമ്പോൾ അവർക്ക് ആ റൂമിനും ബാക്കി പ്രൊവൈഡ് ചെയ്യുന്ന ലക്ഷറിക്കും കൂടെ ട്രീറ്റ്മെൻറ്റിൻ്റെ പേരിൽ ചാർജ് ചെയ്യേണ്ടി വരുമ്പോഴാണ് ആയുർവേദം കോസ്റ്റ്ലി ആയിട്ട് തോന്നുന്നത് അല്ലാതെ വളരെ നീറ്റായിട്ടുള്ള ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള അല്ലാത്തൊരു സെറ്റപ്പിൽ നല്ല ഏബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്സിന് ആയുർവേദം ഇന്നും സാധാരണക്കാർക്ക് അഫോർഡബിൾ തന്നെയാണ് ഓവർ കമേഴ്ഷ്യലൈസേഷൻ കൊണ്ട് ആയുർവേദ പാക്കേജസ് എന്ന് പറഞ്ഞ് ഇറക്കാറുണ്ട് അതായത് എൻ്റെ അഭിപ്രായത്തിൽ രോഗിക്ക് ഒരിക്കലും പാക്കേജ് കൊടുക്കാൻ പറ്റില്ല ഒരു രോഗിക്ക് ഒരേ രോഗം തന്നെ 3 പേർക്ക് വന്നാൽ 3 പേർക്ക് 3 ചികിത്സയാണ് അതാണ് ആയുർവേദത്തിൻ്റെ പ്രത്യേകത ഇപ്പം നമുക്കൊരു ടാബ്ലറ്റോ അല്ലെങ്കിൽ പെയിനുള്ള ടാബ്ലറ്റോ കൊടുക്കുന്ന പോലെ അല്ല 3 പേരുടെ ശരീരപ്രകൃതി വേറെയാണ് അപ്പം 3 പേർക്കും ഒരേ രോഗത്തിന് 3 ചികിത്സയാണ് അപ്പോൾ പാക്കേജസ് എന്ന് പറഞ്ഞ് രോഗത്തിന് നമുക്ക് കൊടുക്കാനേ പറ്റില്ല ഒരു രോഗിയെ കണ്ട് ഡോക്ടർ അത് കണ്ട് അയാളുടെ പ്രകൃതിയും രോഗവും അസസ് ചെയ്ത് അയാൾക്ക് എന്ത് ചികിത്സയാണ് അപ്പം ഡോക്ടറാണ് ആദ്യത്തെ എത്ര ദിവസത്തെ ചികിത്സയാണ് എന്താണ് വേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ എക്സാമിനേഷൻ കഴിഞ്ഞ് ഡോക്ടർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പാക്കേജുകളിലോ പരസ്യങ്ങളിലോ അല്ല ആയുരാവനിയുടെ വിജയം മർമ്മമറിഞ്ഞു ചെയ്യുന്ന കർമ്മത്തിലാണ് അത് സാക്ഷ്യപ്പെടുത്തുന്നതാകട്ടെ വിവിധ ദേശങ്ങളിൽ നിന്നെത്തി രോഗശമനം നേടിപ്പോകുന്നവരും